രാവിലെ തിരക്കിലോട്ട് ടീച്ചർ എങ്ങനെയാ? ആദ്യം കുറച്ച് വിഷമമുണ്ടായിരുന്നു, അത് യൂസ്ഡ് ആയി. കള്ളം കഴിച്ച സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, ഡയറക്ടർ ആയിരുന്നു? അപ്പൊ അന്ന് കള്ളം കഴിക്കുമ്പോൾ സിനിമ ഒരു പേടി ഉണ്ടായിരുന്നു, ദൈവമേ സിനിമക്കാരനാണ് ഞാൻ. സിനിമയെ നോക്കിയിട്ടില്ല, അച്ഛനമ്മയെ മാത്രമേ നോക്കിയിട്ടില്ല. ഇവള് കല്യാണം കഴിച്ച അപ്പനമ്മേനെ. അല്ല, ഞാൻ ആലോചിക്കുന്നത് ടീച്ചർ മറ്റേ ലാലുവിന്റെ ജീവിതം അധ്യാപകന്മാരുടെയും ഒരു ലൈഫാണല്ലേ, അവരുടെ ഒരു മോചനമില്ല. അധ്യാപകർക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമാണ്. പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ ലീനയുടെ ഫാദർ ചോദിച്ചൊരു ചോദ്യം ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ പണി? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഈ സിനിമയില് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേണ്ട, മാസ്റ്റർ ടീച്ചറെ മോനല്ലേ, മോശമാവില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു വ്യക്തി എന്നുള്ള നിലയില് എനിക്ക് യാതൊരു വിലയില്ല. കല്യാണം നടക്കുന്നെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, വെറുതെ അന്ന് 25 വയസ്സ് പ്രായമുള്ളൂ. അപ്പൊ അങ്ങനെ അമ്മ പറഞ്ഞു, അമ്മയുടെ സ്റ്റുഡന്റ് ആയിരുന്നു, അപ്പച്ചന്റെ ഫ്രണ്ട് ആയിരുന്നു ഇവളുടെ ഫാദർ. അപ്പൊ അവർക്ക് പരസ്പരം നന്നായിട്ട് അറിയാം. അങ്ങനെ ആലോചിച്ചാണ്. അപ്പൊ അവിടുത്തെ കഥകളൊന്നും ഇവരാരും അറിഞ്ഞില്ല, പക്ഷെ ഇവൾക്ക് അറിയാം. ഇവള് ജൂനിയർ ആയിട്ട് ആ കോളേജിൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടിട്ടുള്ളതുകൊണ്ട് സമ്മതിക്കില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ ഒരു ഡയലോഗിൽ വീണുപോയി. ഇവൾക്കന്ന് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സിനിമയാണ്, ഒരു 50,000 അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ട് സിനിമയിൽ, അതിലൊരു 500 പേര് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ആവും, അതിൽ നിന്നൊരു 10 പേര് ഡയറക്ടേഴ്സ് ആവും, അതിലൊരു 5 പേര് നിലനിൽക്കും. അപ്പൊ അത്രയും സാധ്യതയുള്ളൂ എനിക്ക് ഒരു ഡയറക്ടർ ആവാന്നുള്ളതിൽ. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലിയൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ നല്ല വരുമാനമൊന്നും ഉണ്ടായില്ലെങ്കിലും എന്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, കാരണം നിനക്ക് ജോലി ഉണ്ടല്ലോ. എന്റെ ഭക്ഷണത്തിനുള്ള ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടായിക്കണം നിന്റെ. അപ്പൊ അത് കേട്ടപ്പോ ഇവിടെ വെച്ചാൽ ഒരു നല്ല തമാശയാണെന്ന് വിചാരിച്ചിട്ടാണ് സമ്മതിച്ചത്. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോ മനസ്സിലായത് അത് വളരെ റിയൽ ആയിട്ടുള്ള. കല്യാണം കഴിക്കുന്ന സമയത്ത് എന്റെ വാർഷിക വരുമാനം 6,000 രൂപയാണ്. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് ഒപ്പം വന്നുകൊണ്ട് ഇപ്പൊ വലിയ പരാതികളില്ല. കുട്ടികള് രണ്ടുപേരാണ്. കുട്ടികൾക്ക് എങ്ങനെയാ സിനിമകളോട് താല്പര്യമുണ്ടോ? രണ്ടുപേർക്കും ഇഷ്ടമാണ്. മൂത്താള് ഇപ്പൊ ഈ അടുത്ത് ലീന അതിങ്ങനെ തല്ലിക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്താള് തിരക്കഥാ മത്സരത്തിന് സ്കൂളിൽ ഫസ്റ്റായി, പിന്നെ ബ്ലോക്ക് തലത്തിൽ ഫസ്റ്റായി, ഇപ്പൊ ഡിസ്ട്രിക്റ്റില് ഫസ്റ്റ് കിട്ടി. ഞങ്ങൾക്ക് മലയാളത്തിലൊരു പെൺ ഡയറക്ടർ ഇല്ലാണ്ടിരിക്കുകയാണ്. അപ്പൊ ലീന അത് സിനിമയിലേക്ക് അവള് തിരിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലും അവളെ ഡൈവേർട്ട് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കുട്ടികളോടൊക്കെ എങ്ങനെയാ? പറയില്ല, അവർക്ക് എന്നെക്കാളും ഇഷ്ടം പപ്പയാണ്. ഈ നാട്ടുകാരല്ലാത്ത പല സംവിധായകരും, ഉദാഹരണത്തിന് രഞ്ജിത്ത് അല്ലെങ്കിൽ ജയരാജൊക്കെ ഭാരതപ്പുഴയുടെ ഒരു ഫ്രെയിമുകളിൽ സിനിമ വന്നിട്ടുണ്ട്. പിന്നെ മലയാളം സംസ്കാരം കുറെ വന്നിട്ടുണ്ട്. പക്ഷെ ലാലിന്റെ ഒരു സിനിമയിൽ പോലും ഈ നാട്ടുകാരനായിട്ട് കൂടെ, ഇതിനിടയിൽ ജനിച്ചു വളർന്നിട്ട് കൂടെ ഭാരതപ്പുഴ ഒന്നും വന്നു പോയിട്ട് പോലും ഇല്ലല്ലോ. ഭാരതപ്പുഴ ആയിട്ടുള്ള എൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ ഫ്രെയിമിൽ ഒതുക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കുട്ടിക്കാലം, എൻ്റെ കൗമാരം, എൻ്റെ യൗവനാരംഭ ദിവസങ്ങളൊക്കെ ഭാരതപ്പുഴയാണ്. എല്ലാ വൈകുന്നേരങ്ങളും ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു. അന്നത്തെ ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് അതുവരെ നല്ല പഞ്ചാര മണലാണ്. ഇപ്പൊ ഇത് ഇങ്ങനെ എന്റെ സിനിമയിൽ കാണിക്കാൻ എനിക്ക് തോന്നുന്നില്ല, കാരണം ഇതല്ല ഭാരതപ്പുഴ ഞാൻ കണ്ടിട്ടുള്ള ഭാരതപ്പുഴ. പിന്നെ ഇപ്പോഴും വിഷ്വലി റിച്ച് അല്ലാന്ന് തോന്നുന്നുണ്ടോ? ഒറ്റപ്പാലത്തെങ്കിലും അല്ല, ഒറ്റപ്പാലത്തെ പഴയ ഭാരതപ്പുഴ കണ്ട് ഇത് ഇങ്ങനെയൊന്നല്ല. ഈ ഏരിയ മുഴുവൻ വിശാലമായി നല്ല വെളുത്ത പഞ്ചാര മണലാണ്. പക്ഷെ പിന്നെ എൻ്റെ കഥകളിൽ വന്നപ്പോൾ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അധികം കുടിയേറ്റ ഗ്രാമത്തിന്റെ കഥ, അല്ലെങ്കിൽ അതിർത്തിയിലുള്ള ഗ്രാമങ്ങള്. പുഴയെ കുറിച്ചുള്ള ഓർമ്മകൾ പറഞ്ഞല്ലോ, അന്ന് അവിടെ വന്നിരിക്കുവായിരുന്നൊക്കെ, എന്തൊക്കെയായിരുന്നു പറയാമോ? എൻ്റെ പാരന്റ്സ് ടീച്ചേഴ്സാണ്. അവര് ഒറ്റപ്പാലത്തെ ഒരു 3ാമത്തെ ക്രിസ്ത്യൻ ഫാമിലിയാണ്. അന്ന് വളരെ കുറച്ച് ഇതേ ഉള്ളൂ. അപ്പം ഞാൻ താമസിക്കുന്നതിന് ചുറ്റുവട്ടത്തൊക്കെ ഹിന്ദുസാണ്. എന്നെ നായരസ്രാണി എന്നാണ് പിന്നീട് കളിയാക്കുക. കാരണം വലപ്പാടാണ് നാട്. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഒറ്റപ്പാലം സ്ലാങ്ങും കാര്യങ്ങളും. അപ്പൊ ഇല്ല എന്നൊക്കെ പറയുമ്പോ അവരൊരു നായരസ്രാണി വന്നിരിക്കുന്നു കളിയാക്കും. എൻ്റെ വീടിന് അടുത്തുണ്ടായിരുന്ന മുത്തശ്ശൻ ആണ് കഥകളുടെ ഒരു ലോകത്തേക്ക് എന്നെ കൊണ്ടുവന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്കുള്ള ബ്രേക്കിൽ വരുമ്പോൾ എനിക്ക് ഒരു കഥ വെച്ച് പറഞ്ഞു തരും. വൈകുന്നേരങ്ങളിൽ ഈ മുത്തശ്ശൻ്റെ കൂടെ ഈ പുഴയിലേക്ക് വരും. അദ്ദേഹത്തിൻ്റെ ഒരു AD നായർ എന്നായിരുന്നു, ദാമോദരൻ നായർ എന്നാണ്.